ഇങ്ങനെ ആവശ്യമില്ലാത്ത ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നോണ്ടാ ഈ സ്ട്രെസ്. ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം അതാ. അയൽവക്കത്തെ ചേച്ചി കണ്ടോണ്ട് രക്ഷപ്പെട്ടു. ആരുമില്ലാത്ത സമയത്ത് എങ്ങനെ സംഭവിച്ചെങ്കിൽ എന്താവും സ്ഥിതി? എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം വിധി പോലെ നടക്കട്ടെ. ആന്റി, നമുക്ക് എല്ലാവർക്കും ഇവിടത്തെ വീട്ടിൽ ഒന്നിച്ച് താമസിക്കാം. എനിക്ക് പേടിയാവുന്നു ആന്റി. അതെ, അമ്മയ്ക്ക് അതിന് കഴിയില്ല മോനെ. അമ്മയോട് മോനിനി ഈ കാര്യം പറയണ്ട. എന്റെ മോനെ അമ്മമ്മയുടെ അടുത്ത് വന്നേ. പേടിക്കൊന്നും വേണ്ട കേട്ടോ. ആരില്ലെങ്കിലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് കരുതാൻ വിഷമിക്കാതിരിക്കും. ഞാൻ പറഞ്ഞിരുന്നില്ലേ, പറ്റിയൊരു വാടക വീട് കിട്ടിയ ഉടനെ ഞാൻ നിങ്ങളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാം. ഞാൻ അവിടെ താമസിപ്പിച്ചോളാം. എന്നും നിങ്ങളുടെ കൺവെട്ടത്ത് തന്നെ ഞാൻ ഉണ്ടാവും. അമ്മ വിഷമിക്കാതിരിക്കെ. അതുവരെ അമ്മയെ നോക്കാൻ ഒരു ഹോം നഴ്സിനെ ഏർപ്പാടാക്കാം. 1-2 പേരുടെ നമ്പർ കയ്യിലുണ്ട്. ഒന്ന് വിളിച്ചു നോക്കാം. രവിയേട്ടാ, തകർന്നു. ഈ കുടുംബത്തിന്റെ മാനം പോയി. ഇനി മരിച്ചാ മതി. എന്താ ചന്ദ്രേ, നിന്റെ കുടുംബത്തിൽ ആരെങ്കിലും പീഡന കേസിൽ പെട്ടോ? ഓ, നിങ്ങൾക്ക് എപ്പോഴും എന്റെ കുടുംബത്തെ താഴ്ത്തി കെട്ടാനാണല്ലോ നാക്ക്. മക്കള് തമ്മിലടിക്കുന്നത് കണ്ടാ അത് ചെയ്യരുതെന്ന് പറയാൻ നാവ് പൊങ്ങില്ല. ആരോട് വഴക്കിട്ടുന്ന? ആ, അങ്ങനെ ചോദിക്കും. സച്ചി, രേവതി, ശ്രീകാന്തും വർഷമായിട്ട്. ആദ്യേ മുറിക്കകത്തിരുന്നായിരുന്നു അടി. ആരും കേൾക്കട്ടെന്ന് കരുതി കാണും. പക്ഷേ ദൈവം അതെന്നെ കേൾപ്പിച്ചു. ഇപ്പതേ അത് മുറിയുന്ന ഹോളിലേക്കായി. ഇങ്ങനെ പോയാ നിങ്ങളുടെ മുന്നിൽ കിടന്ന് വെട്ടിച്ചാവുന്നത് കാണേണ്ടി വരും. എടുത്താ വേണ്ടത് വർത്താനേ പറയൂ. എന്തിനാ ഏതാ അവർ വഴക്കൂടുന്നേ? ആ, അങ്ങനെ ചോദിക്കും. എല്ലാത്തിനും കാരണം ആ സച്ചി രേവതിയ. അന്ന് ആവശ്യമില്ലാതെ ശ്രുതിയുടെ കാര്യത്തിൽ ഇടപെട്ട് നിങ്ങൾ കൊണ്ടുവന്ന മരുമകള് പ്രശ്നം ഉണ്ടാക്കി. ഇപ്പതേ വർഷയുടെ കാര്യത്തിൽ ഇടപെട്ടിരിക്കുക. അവള് വെറുതെ വിടുവോ? കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തോണ്ടിരിക്കുക. രേവതി അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നതല്ലോ. എന്ത് പറ്റി? എന്ത് പറ്റാൻ? ഇങ്ങനെ പോയാലേ നാട്ടുകാരറിയാൻ അധികം സമയം വേണ്ടി വരില്ല. അവരെവിടെ നിന്നിട്ട്? അവരുടെ തമ്മിത്തല് കണ്ടിട്ടാ ഞാൻ ഓടി വന്നേ. അവര് ഹോളിലെങ്ങനെ കാണും. ഇതോടെ എല്ലാം അവസാനിച്ചു. നിങ്ങളൊക്കെ തനി നിറം ഞങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ ഇനി ഞങ്ങളോട് സംസാരിക്കാനേ വരണ്ട. ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല. എന്താ മോളെ, എന്നാ നിങ്ങൾ തമ്മിൽ തല്ലുന്നേ? അങ്കിളെ, തമ്മിതെല്ലാം കാരണങ്ങൾ ഉണ്ടാക്കുന്ന ഏത് ചേച്ചിയാ? ശ്രീകാന്തിന്റെ വിഷമം കാണാൻ എനിക്ക് പറ്റില്ല. ഏട്ടനെ അനിയനും തമ്മിൽ തല്ലിച്ചപ്പോ നിനക്ക് സമാധാനമായല്ലോ. കുടുംബത്തെ പിരിക്കാൻ നോക്കുന്ന പണി നീ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ഞാനാണോ കുടുംബത്തെ പിരിക്കാൻ നോക്കുന്നത്? ഞാൻ എന്റെ പാട്ടിന് കഴിയാ. എന്തിനാ എന്റെ തലയിലോട്ട് എല്ലാരും കയറുന്നേ? ഹലോ, ഇപ്പൊ ഈ നിങ്ങളെന്ന് പറഞ്ഞത് എന്നെ കൂടെ ഉദ്ദേശിച്ചിട്ടല്ലേ? ദേ, എന്നെ കുറിച്ച് മിണ്ടി പോർത്തുനിന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ? നിന്നെ കുറിച്ച് ആര് പറയുന്നു? മേൽ എന്റെ കൺമുന്നിൽ പോലും വരരുത്. അവനെവിടെയാണ് ആ സച്ചി? അവനോട് പോയി കൊടുക്കുക. അങ്കിൾ, പുറത്ത് സ്കൂട്ടറോ മറ്റോ കഴുകിക്കൊണ്ടിരിക്കുവോ? ആന്റി, ഇപ്പഴും എനിക്ക് ഇവരുടെ ശരിക്കുള്ള ക്യാരക്ടർ മനസ്സിലായ. ഇതൊക്കെ കൊണ്ടാ ഞാൻ ആദ്യമേ നിന്നോട് പറഞ്ഞത് നമ്മുടെ അന്തസ്സിൽ ചേരുന്നവരുമായിട്ട് കൂട്ടുകൂടാൻ പാടുള്ളൂന്ന്. നീ കേട്ടില്ലല്ലോ. അവളുടെ തോളി കൈയിട്ട് നടന്നു. ഇപ്പൊ കിട്ടിയല്ലോ. ഓരോരുത്തർ വെക്കേണ്ട സ്ഥലത്ത് വെക്കണം. പക്ഷേ ആന്റി പറഞ്ഞത് കറക്റ്റാ. എനിക്ക് തെറ്റുപറ്റി. ആന്റി പറഞ്ഞത് ശരി. ആ പറഞ്ഞത് ഞാൻ കേൾക്കണമായിരുന്നു. ഇനി ഈ ജന്മം നീ അവളോട് മിണ്ടരുത്. ഇങ്ങനെ ഒരാള് ഈ വീട്ടിലുണ്ടെന്ന് പോലും കരുതണ്ട. ഏയ് ഇല്ല ആന്റി, ഞാനിനി അവരോട് മിണ്ടേയില്ല. ഞാൻ ആരാണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. കാണിച്ചു കൊടുക്കണം. സജി, ഞാൻ വീട്ടിലാരാ? എന്താ ഞാൻ എന്താ നോക്കൂതിയാ? ഇത്രയും നാൾ നീയും സൂചി തമ്മിലായിരുന്നു മൽപ്പെടുത്തും. ഇപ്പൊ 2 മരുമക്കളും അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാതെ രേവതിയോടൊപ്പം ചേർന്ന് നീയും വഴക്കൂടെ. ഈ ജന്മിനി മിണ്ടല്ലെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. ആരോടും വഴക്കൊക്കാത്ത ആളാ രേവതി മോള്. അവിടെ ഇങ്ങനെയൊന്നും പറയാറില്ല. എന്താ പറ്റി? എന്താ നിങ്ങൾക്ക് തമ്മിലുള്ള പ്രശ്നം? അതിന് ഞങ്ങൾ തമ്മിലൊരു വഴക്കൂല്ല. പിന്നെ ഞാൻ ഈ കണ്ടതും കേട്ടോക്കത്തെ ഇതൊന്നും ശരിയല്ല സച്ചി. അച്ഛൻ ടെൻഷൻ ആവാതെ. കണ്ടതും കേട്ടലും ഒന്നുമില്ല അച്ഛാ. എന്തൊക്കെയാ നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നത്? എന്താ പ്രശ്നം വെച്ചാൽ എന്നോട് പറയേ. ഞാനെല്ലാം സംസാരിച്ച് ശരിയാക്കില്ലേ? ഇങ്ങനെ പോയ കുടുംബത്തിൽ എങ്ങനെ സന്തോഷം ഉണ്ടാവുക? സമാധാനത്തോടെ കഴിയാൻ പറ്റൂടെ? ഇങ്ങനെയൊന്നുമല്ല നിങ്ങളെ കുറിച്ച് ഞാൻ വിചാരിച്ചിരുന്നത്. അച്ഛന് വിഷമാവൊന്നും ഞാൻ ചെയ്യില്ല എന്ന് നാഴികക്ക് 40 വട്ടം നീ പറയും. എന്നിട്ട് ചെയ്യുന്നോ? എന്തിനാണ് ഇങ്ങനെ ഒരാളായിട്ട് വിഷമിക്കാതെ അച്ഛാ. ഞങ്ങൾ വഴക്ക് കൂടിയിട്ടൊന്നുമില്ല. അത് ചെറിയൊരു ആക്ടിംഗ് ആയിരുന്നു. ഡ്രാമ. ആ അതെ, ഞങ്ങൾ ജോളിയായിട്ട് ബിസ്ക്കറ്റും ചിപ്സും ഒക്കെ കഴിക്കായിരുന്നു. വഴക്ക് കൂടിയിട്ടൊന്നുമില്ല. അപ്പൊ നിങ്ങൾ വഴക്കിടുന്നത് ചന്ദ്രപുറത്തുനിന്ന് കേട്ടോ? ഓ, അത് അമ്മയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി വെറുതെ ചെയ്തതാ. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അച്ഛാ, നമ്മുടെ വീട്ടില് രേവതിയോട് നല്ലോണം സംസാരിച്ച് ഒരു ഫ്രണ്ടിനെ പോലെ കൂട്ടുകൂടുന്നാരാ? ഇതന്നല്ലേ? എന്നെ വിടച്ച. ഞാൻ കഴിഞ്ഞാലുള്ള ആളാരാണെന്നാ ചോദിച്ചേ. രേവതി സ്വന്തം സഹോദരി പോലെ ഒരാളെ കാണുന്നില്ല. അതാരാ? അത് വർഷല്ലേ? രേവതി എല്ലാ കാര്യത്തിനും വർഷം സപ്പോർട്ട് ചെയ്യും. രേവതിക്ക് വേണ്ടി വർഷം അമ്മയോട് പോലും കയർക്കാറുണ്ട്. ഇതൊന്നും അമ്മയ്ക്ക് ഇഷ്ടമാകുന്നില്ല. അത് ശരിയാ. അതിന്റെ മുറുകുറുക്കായിരിക്കും കൊള്ളേ അല്ലേ? മുറുകുറുപ്പ് മാത്രമല്ല അച്ഛാ, വർഷയും രേവതിയും തമ്മിൽ തെറ്റിക്കാനായിട്ട് അവർ വേറൊരു പണി ഒപ്പിച്ചിരുന്നു. ബാമാന്റിയുടെ വീട്ടിൽ വിളിച്ചു വരുത്തി വർഷയുടെ അമ്മ കണ്ടിരുന്നു. വർഷ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, അവള് ശരിയല്ല, രേവതിന്റെ കൂടെ ചേർന്ന് എന്നെ അതും ഇതൊക്കെ പറയാ, എന്നെ വില വെക്കുന്നില്ല എന്നൊക്കെ വർഷയുടെ അമ്മയോട് പറഞ്ഞു. ഇതെന്താ ഇങ്ങനെ? എത്ര കിട്ടിയാലും ഇവള് പഠിക്കില്ലേ? എന്തിനാ ഇവളിങ്ങനെ പറയുന്നത്? രേവതിയും വർഷയും തമ്മിൽ തെറ്റിക്കാനും പിരിക്കാനും വേണ്ടി അമ്മ പ്രയോഗിച്ചൊരു സൂത്രമാണിത്. വർഷണം അല്ലെങ്കിൽ തന്നെ ഓരോരോ കാരണങ്ങൾ കിട്ടാൻ കാത്തിരിക്കാം അവിടെ. ഇപ്പൊ അവർ വീണ്ടും പ്രശ്നം ഉണ്ടാക്കുമല്ലോ. പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാ അവര് നേരെ വന്ന് രേവതിയുടെ മെക്കെട്ട് കയറി വഴക്ക് പറഞ്ഞു. എന്റെ മോള് നല്ലവളാണ്, അവളെ നീ വഴിതെറ്റിക്കരുത്, അവളെ ചീത്തയാക്കരുത്, അവളോട് നീ സംസാരിക്കരുതെന്നൊക്കെ പറഞ്ഞു. രേവതിയെ വല്ലാതെ ഇൻസൾട്ട് ചെയ്തു. അവരെന്തൊക്കെ പറയുമെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റൂടാ. രേവതിയെ നിന്നെയും എന്നെയൊക്കെ അപമാനിക്കാനായിട്ട് അവസരം നോക്കി നിൽക്കുക അവര്. രേവതി നമുക്ക് വിഷമായി കാണാമല്ലോ. പിന്നെ വിഷമാവാതിരിക്കോ? വന്ന ദേഷ്യത്തിന് അവരുടെ വീട്ടിൽ ചെന്ന് വേണ്ടത് കൊടുക്കാൻ വേണ്ടി രേവതി കുട്ടി ഞാൻ കാര്യം പോയതാ. പക്ഷെ അവരെന്ത് ധൈര്യത്തില്ല നേരിട്ട് നിന്നെ ഒന്ന് വരട്ടിയത്? ചോദിക്കായിരുന്നാല് അവര് താമസിക്കും. വെറുതെ വിടില്ല ഞാൻ അവരെ. എന്തൊരു ദേഷ്യം ഇത് സച്ചേട്ടാ. പിന്നെ ദേഷ്യം വരില്ലേ? ഒരു ആവശ്യമില്ലാതല്ലേ നിന്നെ അവർ വഴക്ക് പറഞ്ഞത്? അവരുടെ വീട്ടിൽ പോയി ചോദിക്കണം. നീ വിട്ടുകൊടുക്കുന്നുണ്ടാ ഇവരൊക്കെ നിന്റെ തലയിൽ കയറുന്നേ? ഞാനും നല്ലോണം പറഞ്ഞു, വിട്ടുകൊടുത്തിട്ടൊന്നുമില്ല. പിന്നെ നീ പറഞ്ഞാലും എന്ത് പറയുന്നു? അയാളാ നിനക്ക് പിന്നിൽ. ഉറപ്പാത്. ആര്? ആ വർഷയുടെ അച്ഛൻ. വർഷയുടെ അമ്മയെ നിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് അയാളാ. 2 തവണ എന്റെ അടി വാങ്ങിയിട്ടും അയാൾ പഠിച്ചില്ല. ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ എന്ത് വേണമെന്ന് എനിക്കറിയാം. അപ്പൊ എങ്ങോട്ടേക്ക് പോലെ? വർഷയുടെ അച്ഛന്റെ വീട്ടിലേക്ക്. ഈശ്വരോ, എന്റെ സച്ചേട്ടാ, ഈ വിഷയം കൂടുതൽ വഷളാക്കാൻ വേണ്ടിയാണോ സച്ചേട്ട നോക്കുന്നത്? നിന്നെ വന്ന് വിരട്ടിയവരെ വെറുതെ വിടണം.
അതാണ് നീ പറയുന്നത്. ദേ, അവിടെ ചെന്ന് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അമ്മയാ. അമ്മയോ? ആ അതെ, ഞാൻ പക്ഷേ നല്ല ക്ലോസ് അല്ലേ. അവൾ എന്നെ സപ്പോർട്ട് ചെയ്ത് അമ്മയോട് ഓരോന്നും പറയുന്നുണ്ട്. അമ്മയ്ക്ക് അതൊന്നും പിടിക്കുന്നില്ല. എന്നെ വർഷം തെറ്റിക്കാൻ വേണ്ടിയാ അമ്മ മഹിമേജി വിളിച്ചു വരുത്തി എന്തൊക്കെയോ പറഞ്ഞത്. എങ്കിൽ വീട്ടിലേക്ക് വിടാം. സ്വന്തം മരുമകളെ പരസ്പരം തെറ്റിക്കാൻ നോക്കല്ലേ. ഇത് ഇന്നത്തോടെ നിർത്തിക്കണം. സച്ചേട്ടൻ ചെന്ന് ചോദിച്ചാ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നെ അമ്മ പറയൂ. ഇതൊന്നും ചോദിക്കാനൊന്നും പോകണ്ട. എന്നെ വർഷം തമ്മിൽ തെറ്റിക്കാൻ അമ്മ തീരുമാനിച്ചിരിക്കുക. അതുകൊണ്ട് ഞങ്ങളെ തെറ്റിക്കാൻ വേണ്ടി ഇപ്പൊ ചെയ്ത പോലെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് അമ്മ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കും. അത് അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. എന്താ ഇപ്പൊ ചെയ്യാ? എന്തെയാണോന്ന് ഞാൻ പറയാം. നമ്മള് വർഷം ശ്രീകാന്തുമായിട്ട് വഴക്ക് കൂടുന്നു. നമ്മളിന്ന് അവരോട് വഴക്കൂടുന്നേ. അതിന് ശരിക്കും വഴക്ക് കൂടുന്നില്ലല്ലോ. വഴക്ക് കൂടുന്നതായിട്ട് അഭിനയിക്കണം. വഴക്ക് കൂടി ഞാനും വർഷയും തമ്മില് തെറ്റി ഇനി പരസ്പരം ഒരിക്കലും വേണ്ടില്ല എന്ന് വിശ്വസിപ്പിക്കണം. ഞങ്ങൾ തെറ്റിയെന്ന് വിശ്വസിക്കുന്ന അമ്മ ഞങ്ങളെ തെറ്റിക്കാൻ വേണ്ടി പിന്നെ ഇതുപോലും ചെയ്യില്ലല്ലോ. ഇല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. എന്നും വീട്ടില് പ്രശ്നമാവും. വീട്ടിൽ ചെന്ന് ഒച്ച വെച്ച് അമ്മയെ ഞെട്ടിച്ച അമ്മ സൈലന്റ് ആയിക്കോളും. പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നേ? ഇങ്ങനൊരു ഡ്രാമ കളിച്ച അമ്മയ്ക്ക് സന്തോഷാവും. പിന്നെ ഒരു ഏടാ കൂടെ ഒപ്പിക്കില്ല. ശരി, അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിലേ അമ്മ വേറെന്തെങ്കിലും പ്ലാൻ ചെയ്യും. എന്തായാലും നിന്നെ വരട്ടിയ വർഷയുടെ അമ്മയ്ക്കുള്ളതേ ഞാൻ പിന്നെ കൊടുത്തോളാം. അത് വീട്. ഞാനേ വർഷയെ വിളിച്ച് പ്ലാൻ പറയട്ടെ. ദേവതി വർഷയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അമ്മയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ഡ്രാമ കളിക്കാൻ തീരുമാനിച്ചു. എല്ലാം പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നേ. ശ്രീകാന്ത് തുടങ്ങ്. സച്ചിടാ, നിങ്ങൾ എന്ത് പറഞ്ഞാലും കൈ ഇങ്ങോട്ട് നോക്കിയിരിക്കുന്ന വിചാരിക്കണ്ട. ഒന്നും വിട്ടു വർഷ പറ. അവൻ പറഞ്ഞതിന് മറുപടി പറ. അതിനെ ഞങ്ങൾ പറയുന്നത്. നിന്റെ ഭാര്യ അമ്മ ഒന്ന് പറയുന്നത് കേട്ട് ഞങ്ങൾ കൈ ഇട്ട് നോക്കിക്കണം. എന്റെ അമ്മയെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ മിണ്ടാതിരിക്കുന്നതാണ് എനിക്ക് നല്ലത്. ഇപ്പൊ മുറിയിൽ നിന്ന് മാറി വഴക്ക് ഹോളിലേക്കായോ? പക്ഷേ ഞാൻ കാര്യമായിട്ട് പറഞ്ഞല്ല. ഈ ചൂടാവില്ലേ ഏട്ടനെ കൂടെ തോറ്റു. മറുപടി പറ. നിന്റെ അമ്മയെ കുറിച്ച് നീ എന്ത് ഓടി? ഒന്ന് പറഞ്ഞു നോക്ക്, അപ്പൊ കാണാം. ഞാൻ പാരവിടി. നിങ്ങൾ മര്യാദ ഇല്ലാതെ സംസാരിച്ചല്ലേ ഞാൻ അങ്ങനെ സംസാരിക്കാം. അതെ, അതാണ് എന്റെ ഭാര്യ. കേട്ടാ? ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല. അതെ അതെ, എനിക്ക് പോലും ഇതൊരു മനസ്സിലായിട്ടില്ല. ഞങ്ങൾക്ക് എല്ലാം മനസ്സിലാടാ. നീ ആരെയാണ് പേടിപ്പിക്കുന്നത്? നീ ആദ്യം നിന്റെ അമ്മയെ നിലക്ക് നിർത്തോ. നിലക്ക് നിർത്തുന്നത് എന്റെ അമ്മയല്ല, നിങ്ങളുടെ അമ്മയാ. നിന്റെ അമ്മ എന്തിനാ ഞങ്ങളോടൊന്ന് സംസാരിച്ചേ? നിങ്ങൾ പോയി എന്റെ അമ്മയോട് ചോദിക്കാം. ഞാൻ പറഞ്ഞിട്ടാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് നിന്റെ അമ്മ പറഞ്ഞത്. ഞാൻ കാരണം നിനക്ക് മോശം പേരുണ്ടാവും അത്രേ. നീ എല്ലാം ചെയ്തു കൂട്ടിയിട്ട് കുറ്റമല്ലേ എന്റെ തലയിൽ. അമ്മ അത് നോർമൽ ആയിട്ട് പറഞ്ഞതാ. നിങ്ങൾ അതിന് വാളടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്ക് പറ. ഇനി നിങ്ങളാ പറയണ്ടേ? പറ. എന്താ പറയണേ? അമ്മ എവിടെ നിർത്തിയത്? പറഞ്ഞു നിർത്തിയതേ അമ്മ അത് നോർമലായിട്ട് പറഞ്ഞതാണെന്ന്. എന്ത് നോർമല്? നീ അവരെ അടക്കരുത്തില്ലെങ്കിൽ അനുഭവിക്കും. അതെ. വർഷം അമ്മ പറഞ്ഞു ഭക്ഷണം വെക്കിട്ട് കയറുന്നേ. ആരോ വെക്കിട്ട് കയറാ? പോയി റോഡിലോട്ട് ഇറങ്ങിക്ക്. വെക്കിട്ട് അവിടെ ഒരുപാട് പേര് കാണും. നീയാണോ നീ വലിക്കുന്നത്? അല്ലേ? ഇനി ഇതുപോലെ വഴക്കുണ്ടാവണേ. വർഷയുടെ അറിവോടെ തന്നെയാ അവളുടെ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഒന്നും അറിയാത്ത ഭാവം നടിക്കുക അവള്. നടിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഞാൻ കാരണം നിനക്ക് മോശം പേരുണ്ടാവുമെങ്കിൽ നീ എന്നോട് സംസാരിക്കണ്ട. എന്റെ മുന്നിൽ പോലും വന്നേക്കരുത്. നിങ്ങളോട് സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് ഇവിടുന്ന് ഭക്ഷണം കിട്ടില്ലേ? ഞാൻ പട്ടിണി കിടക്കേണ്ടി വരും. ഒന്ന് പോയി അല്ല പിന്നെ ഇവളൊരു കേടി ഇവളോട് മിണ്ടായിരിക്കുന്ന നല്ലത്. കേടിന്ന് പറഞ്ഞാലേ കുറഞ്ഞു പോവും. റൗഡി അയാള് റൗഡി. സച്ചിന്റെ റൗഡി വിളിച്ചാണല്ലോ. ആ വിളിച്ച എന്ത് ചെയ്യും? അത് എന്റെ റൗഡിത്തരടി കാണിച്ചാ എല്ലാം എന്റെ ഡേറ്റാ. ഇത്രയും കാലം നിന്നെ സപ്പോർട്ട് ചെയ്തതിന് എനിക്ക് വേണ്ടത്ര കിട്ടി. ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴല്ലേ നിങ്ങളുടെ തനി നിറം മനസ്സിലായ? ഓ, ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ. ഇങ്ങനെ തന്നെ അങ്ങ് മുന്നോട്ട് പോട്ടെ. ഈ ജന്മം ഇനി ഞാൻ നിന്നോട് മിണ്ടില്ല. എന്നോട് നിങ്ങൾ മിണ്ടണ്ട. മിണ്ടില്ലെങ്കിൽ എനിക്കെന്താ? മിണ്ടാതിരിക്കുന്നത് തന്നെയാ നല്ലത്. ഇനി ഈ ജന്മം ഞാൻ നിങ്ങളോട് മിണ്ടില്ല. പക്ഷേ ചുമ്മാ പറഞ്ഞില്ലേ ചേച്ചി? നീ നിന്റെ അമ്മയെ ഞങ്ങളോട് സംസാരിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ആരോടും സംസാരിക്കാൻ ഒന്ന് പോയി. ഈ വഴക്കെന്നും കൺമുന്നിൽ കാണിച്ചു തരണേ. ജീവനോട് ചെന്ന് പറയാം. ഇതൊക്കെയാണ് അച്ഛൻ സംഭവിച്ചത്. എന്നിട്ട് ഞങ്ങളുടെ ഡ്രാമ ഏറ്റു. ഞങ്ങൾ ശരിക്കും വഴക്ക് കൂടിയതാ. വർഷയും ദേവതി തമ്മിൽ തെറ്റി ഈ ജന്മം അവരിനി മിണ്ടില്ല എന്നൊക്കെ അമ്മ കരുതിയിരിക്കുന്നത്. അമ്മയുടെ സന്തോഷം അച്ഛൻ കണ്ടതല്ലേ? നിങ്ങൾ ശരിക്കും അടിച്ചു പിരിഞ്ഞെന്ന് ഞാൻ കരുതിയത്. ഇപ്പഴാ എനിക്ക് സമാധാനമായ. കൊള്ളാം, നിങ്ങളുടെ ഡ്രാമ കൊള്ളാണോ? പല കുടുംബങ്ങളിലും മക്കളും മരുമക്കളും തമ്മിൽ വഴക്കിടാറ്. ഇവിടെ അച്ഛനമ്മമാരെ വിഷമിപ്പിക്കണമെന്ന് കരുതിയിട്ട് പിണക്കൊക്കെ മറന്ന് ഒന്നായ പോലെ അഭിനയിച്ചിരിക്കും. എന്നാൽ ഇവിടെയോ ഒത്തൊരുമയോടെ പോകുന്ന മക്കളും മരുമക്കളും തമ്മിൽ അമ്മയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി വഴക്കിടുന്നതായിട്ട് അഭിനയിക്കുന്നു. കൊള്ളാടാ, കൊള്ളാം. വേറെന്ത് ചെയ്യാനെച്ചാ ദേവതിയും വർഷയും ഒന്നായി കാണുന്നിടത്തോളം അമ്മയും വർഷയുടെ അമ്മയും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ എന്റെ ബി പി കയറും. അപ്പൊ ഞാൻ അതിനേക്കാൾ വലിയ പ്രശ്നം ഉണ്ടാക്കും. ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അമ്മ ഹാപ്പിയായി. ഇനി ഇതിപ്പോ അറിയുമ്പോ വർഷയുടെ അമ്മയും ഹാപ്പിയാവും അല്ലെ? മക്കളും മരുമക്കളും തമ്മിൽ തല്ലുമ്പോ സന്തോഷിക്കുന്ന ഒരേ ഒരു അമ്മ നിന്റെ അമ്മയും. അതെ അതെ. അപ്പൊ ഇനി എല്ലാ ദിവസവും ദേവതിയും വർഷം തമ്മിൽ തല്ലുപിടിക്കേണ്ടി വരില്ലേ? അല്ലാതെ വേറെ വഴിയില്ലല്ലോ. അവര് തോളി കയറ്റി നടന്നാ അമ്മ വീണ്ടും തുടങ്ങും. അതുകൊണ്ട് പിന്നെ കുറച്ചുകൂടി അഭിനയിക്കാം. അഭിനയിക്കട്ടെ, പോകുന്നിടത്തോളം പോയിട്ടാ. പിന്നെ അതിന്റെ പേരിൽ ഇനി വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. അത് ശ്രദ്ധിച്ചോ. ഇതിന്റെ പേരിൽ ഇനി വേറെ എന്ത് പ്രശ്നം ഉണ്ടാവാനാ? അങ്ങനെ ഉണ്ടാവില്ല. എങ്ങനെയെങ്കിലും ദൈവത്തിന്റെ അമ്മയ്ക്ക് നല്ല ബുദ്ധി കൊടുത്താൽ മതിയായിരുന്നു. ദൈവത്തിന് അത്ര വലിയ കഠിനമായ ജോലിയൊന്നും കൊടുക്കില്ല. ദൈവം വിചാരിച്ചാലും അത് നടക്കില്ല. ശരിയെന്നേ പറഞ്ഞ എത്ര നാളായാണ് നമ്മൾ പ്രാർത്ഥിച്ചത്. ഇതുപോലെ വല്ല മാറ്റം ഞാൻ ചത്ത മേലോട്ട് പോയിട്ടെങ്കിലും അവിടെ നിന്ന് മാറിയാൽ നിങ്ങൾക്കെങ്കിലും കുറെ സമാധാനം. നമ്മള് ചേച്ചിയായിട്ട് തെറ്റിയെന്ന് നിന്റെ അമ്മ ശരിക്കും വിശ്വസിച്ചു അല്ലേ? പിന്നെ വിശ്വസിക്കാതെ ഇനി രേവതി അടുത്തോട് മിണ്ടരുത്, കൂട്ടുകൂടരുത് എന്നൊക്കെ നിന്നോട് പറഞ്ഞില്ലേ? നിങ്ങൾ തെറ്റിയെന്ന് കരുതി അമ്മ സന്തോഷിച്ചിരിക്കുക. നിന്റെ അമ്മ ഒരു വല്ലാത്ത ക്യാരക്ടർ തന്നെ. ഞാൻ ഡബ് ചെയ്യുന്ന സീരിയലൊക്കെ ഉണ്ട് ഇങ്ങനത്തെ കഥാപാത്രങ്ങള്. നിനക്കറിയാലോ
രേവതി എടുത്തേ അമ്മയ്ക്ക് കണ്ണെടുത്ത കണ്ടൂടാ. നീ രേവതി എടുത്തിട്ട് നല്ല ക്ലോസ് അല്ലേ? എല്ലാ കാര്യങ്ങൾക്കും നീ എടുത്തിയുടെ കൂടെ നിൽക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. അതൊന്നും അമ്മയ്ക്ക് ഇഷ്ടാവുന്നില്ല. നേരിട്ട് ആന്റിയോട് സംസാരിച്ച് അവരുടെ വായ അടപ്പിക്കാൻ വേണ്ടത്. അവരെ സന്തോഷിപ്പിക്കാൻ ഇങ്ങനെ ഒരു ഡ്രാമ കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. രേവതി ചേച്ചി നിർബന്ധിച്ചതുകൊണ്ടാ ഞാൻ ഇതിന് കൂട്ടുനിന്നെ. അമ്മയോട് സംസാരിച്ചാൽ പ്രശ്നങ്ങൾ രൂക്ഷമാവും, അത്രേ ഉള്ളൂ. രേവതി എടുത്തോടുള്ള അമ്മയുടെ ദേഷ്യം കൂടും. ഏടത്തേക്ക് ഇവിടെ മനസ്സമാനത്തോടെ കഴിയാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ തമ്മിൽ തെറ്റി. ഇനി മിണ്ടില്ലാന്ന് കരുതി അമ്മ നല്ല സന്തോഷം